CPM-ന്റെ ഒരു സമ്മേളനം കൂടി പൂർണ്ണമാകുമ്പോൾ കേരളത്തിൽ CPM ഏത് വഴികളിലൂടെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്ന് പലർക്കും ഒരാലോചനയുണ്ട്. ഇതിൻ്റെ ഭാവി എന്താകും, ഇരുളടയുമോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ വീറും വാശിയോടും കൂടിയാണ് നിൽക്കുന്നത്. ചുവന്ന പാർട്ടിയുടെ പച്ചത്തുരുത്താകുന്നു കേരളം, അവശേഷിക്കുന്ന ഏക പച്ചത്തുരുത്ത്. അതുകൊണ്ട് ബംഗാളിലെയും ത്രിപുരയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തെലങ്കാന, ആന്ധ്ര, ബീഹാർ മുതലായ ഇടങ്ങളിലെയും അടിത്തറ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന സ്ഥിതിക്ക് അവശേഷിക്കുന്ന തുരുത്തിൽ ഉഗ്രമായ പോരാട്ടം കാഴ്ചവെക്കണം, കഴിയുമെങ്കിൽ തുടർ ഭരണമുണ്ടാകണം. അതിനുള്ള ഒരു ഒരുക്കമെന്ന നിലയിലാണ് 24-ാം പാർട്ടി കോൺഗ്രസിന് മുൻപായി നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തെ പാർട്ടി കണ്ടത്. അത് പോസിറ്റീവാണ്. തീർച്ചയായും തുടർ ഭരണം എന്നത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ല, ഇപ്പോൾ സംഭവിച്ചു. അത് സാക്ഷാൽ കാരണഭൂതൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സാക്ഷാൽ സൂര്യനെന്നോ കാരണഭൂതനെന്നോ ഫിനിക്സ് പക്ഷിയെന്നോ ഒക്കെയുള്ള വിശേഷണങ്ങൾക്ക് അനുരൂപമാകുന്ന രീതിയിൽ നല്ല ഒന്നാന്തരം വിശേഷങ്ങളാണ് ഇപ്പോഴും സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേൾക്കാൻ സാധിച്ചത്. ഇവിടെ സമ്മേളനത്തിലെ പ്രതിനിധികൾ പൊതുവെ കൊണ്ടുവന്ന ഒരു ചിത്രം, ഇവിടെ എല്ലാം ഭദ്രമാണ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വൺ മാൻ കോൾഡ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ സംസ്ഥാന സെക്രട്ടറി കുറച്ചുകൂടി തിരുത്തേണ്ടതുണ്ട്. സംസ്ഥാന ഭരണത്തിലെ ചില മന്ത്രിമാരുടെ ഭാഗത്ത് കുറച്ചുകൂടി ജാഗ്രതാപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ മന്ത്രിമാർ പരാജയപ്പെടുന്നു. ഏതാണ്ട് 1-2 മന്ത്രിമാർ മാത്രമാണ്, ശിവൻകുട്ടി മന്ത്രിയും മുഹമ്മദ് റിയാസ് മന്ത്രിയും ഒക്കെ മാത്രമാണ് പിണറായിയെ ഡിഫെൻഡ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഒരു ശക്തമായ ചുമലിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്നവരുടെ ഒരു ന്യായമായ ചോദ്യം, പാർട്ടിക്കൊരു രീതിയില്ലേ, സംഘടനാ രീതിയില്ലേ? അവിടെ ജനറൽ സെക്രട്ടറി അല്ലേ പ്രധാനപ്പെട്ടയാൾ? ഭരണകൂടം, ആ നയിക്കുന്ന ഗവൺമെൻറ്, അതിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി, അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടയാളാണ് ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MV ഗോവിന്ദൻ. അപ്പം MV ഗോവിന്ദൻ്റെ ഭാഗത്ത് തിരുത്തലുകൾ വേണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക തിരുത്തലുകൾ വേണമെന്നാണ് അർത്ഥം. പാർട്ടിക തിരുത്തലുകൾ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം കൂടിയാകണമല്ലോ പാർട്ടി. അപ്പോൾ ഗോവിന്ദന് ഉത്തരവുണ്ട്, പാർട്ടി വേറെ ഗവൺമെൻറ് വേറെ, പാർട്ടി വേറെ ഗവൺമെൻറ് വേറെ എന്ന് പറയുമ്പോഴും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പ്രഭാവം ഇപ്പോഴില്ല. ഗവൺമെൻറ്റിന് പ്രഭാവമുണ്ട്, അത് ഒരു വ്യക്തിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രീതികൾ ലോകമാസകലമുള്ള ചൈനയിലെ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതികളിൽ വൺ മാൻ അറ്റ് ദ ലീഡർഷിപ്പ്, ഷി ജിൻപിങ് എന്ന വ്യക്തി ചൈനയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റാണ്. പാർട്ടിയുടെ CPC, ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ സൈന്യം, രാഷ്ട്രീയ നേതൃത്വം, പാർട്ടി നേതൃത്വം, ഇത് മൂന്നും തന്നെ ഒറ്റക്കരങ്ങളിൽ വരുന്ന സമഗ്രാധിപത്യ ഘടനകൾ. ഇതാണ് ഇപ്പോഴത്തെ ആധുനിക കമ്മ്യൂണിസ്റ്റ് രീതി. ഒരുപക്ഷെ മാർക്സ് വിഭാവനം ചെയ്തത് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ എക്സിക്യൂട്ടീവിൻ്റെ തലപ്പത്താരോ അദ്ദേഹം തന്നെ പാർട്ടിയെ നിയന്ത്രിക്കുന്നു. ഒരു ആളെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്, പക്ഷേ പാർട്ടിയെ നിയന്ത്രിക്കുന്നു എന്ന പ്രതീതിയാണ്. എന്നിട്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി വരുന്നൊരു ഉത്തരവുണ്ട്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച്, മാധ്യമങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കും അറിയില്ല. ഈ പാർട്ടിക്ക് അതിൻ്റേതായ രീതികളുണ്ട്, ഒരു ചുക്കും അറിയില്ല. പക്ഷേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള രീതികൾ, പൊതുസാമാന്യത്തിന് അറിവുള്ള രീതികൾ മാർക്സിയൻ രീതികളാണ്. ആ രീതികളിൽ പ്രൈവറ്റ് ക്യാപിറ്റൽ അനപേക്ഷണീയ മാത്രമല്ല, അത് തെഫ്റ്റാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് മോഷണമാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് ക്രമത്തിൽ മൂലധനം പൊതുമേഖലയിലാണ് സമാഹരിക്കപ്പെടേണ്ടത്. ഇവിടെ മൂലധന സമാഹരണം പ്രൈവറ്റ് മേഖലയിൽ ആകാം എന്നല്ല, ആകണം എന്ന രീതിയിലാണ് സംസാരം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സ്വകാര്യ മൂലധനം വരികയാണ്. അപ്പോൾ സ്വകാര്യ മൂലധനം എപ്പോഴും കടന്നു വരുന്നത് സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ആയിട്ടാണ്. സ്വകാര്യ മൂലധനം ഗവൺമെൻറ് ഘടനകളെ, തീരുമാനമെടുക്കൽ ഘടനകളെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എവിടെ? അത് മാത്രമല്ല, അടിസ്ഥാനവർഗ പാർട്ടി എന്ന നിലയിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ, വർഗ സ്വഭാവമാണ്. വർക്കിംഗ് ക്ലാസ് പാർട്ടി, എവിടെ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങൾ, എവിടെ വർഗ താല്പര്യങ്ങൾ? മധ്യവർഗത്തെ പരമാവധി പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി
കേരളത്തിൻ്റെ മധ്യവർഗത്തെ കൂടെ നിർത്തണമെങ്കിൽ വിദേശ സ്വകാര്യ മൂലധനം, ആഭ്യന്തര സ്വകാര്യ മൂലധനം, തൊഴിലവസരങ്ങൾ, മധ്യവർഗത്തിന് സ്വീകാര്യമാകുന്ന ഇടങ്ങൾ എന്നിവ വികസിക്കണം. അതിനുള്ള നയപരമായ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് പുതിയൊരു നയരേഖയുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരുന്നത്. അല്ലെ, നവകേരള സൃഷ്ടിയുടെ പുതിയ വഴികൾ, പുതിയ പന്ഥാവുകൾ. അതുകൊണ്ട് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പുലർത്തിയിരുന്ന പന്ഥാവുകളിൽ നിന്നും കാലോചിതമായ, വിതിൻ കോട്ട്സ്, കാലോചിതമായ മാറ്റങ്ങൾ എന്ന രീതിയിലാണോ അതിനെ കാണേണ്ടത്? അതോ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ, അധികാര രാഷ്ട്രീയത്തിൻ്റെ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ പാർട്ടി നിലനിൽക്കൂ എന്നതിൻ്റെ യാഥാർത്ഥ്യാധിഷ്ഠിത ചിന്തയാണോ എന്നറിയില്ല. പുതിയ പന്ഥാവുകൾ ഓപ്പണായി അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും കണ്ട ഒരു സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ നിൽക്കുമ്പോൾ പാർട്ടിക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചും ആശങ്ക നിൽക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം പാർട്ടിയുടെ കണക്കിൽ മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഭരണവിരുദ്ധ വികാരം കൺസിസ്റ്റൻ്റായി ഉണ്ടാകണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒരുപോലെ തന്നെ പരാജയപ്പെടണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അതൊന്നും എല്ലാ കാലത്തും 3 തരത്തിലായിരിക്കും ഫലം വരുന്നത്. അതുകൊണ്ട് ഇപ്പം നിയമസഭ, ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അധികാര വികേന്ദ്രീകൃതമായ അവസ്ഥയിൽ നടക്കേണ്ട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളാണ് ഇനി ഉടനെ വരാനുള്ളത്. അവിടെ എത്രത്തോളം കരുത്ത് തെളിയിക്കാൻ കഴിയും പാർട്ടിക്ക് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ചോദ്യമാണ്. അവർക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിൽ വേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അവിടെയൊക്കെയാണ് അടവ് നയങ്ങൾ. പാർട്ടി എപ്പോഴും അടവ് നയങ്ങൾ പുലർത്തിയിരുന്ന ഒരു പരീക്ഷണശാലയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. DICKയുമായി പണ്ട് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ DK അല്ലെങ്കിൽ DICKയുമായി നീക്കുപോക്കുകൾ നടത്തി ടെലിവിഷൻ ജനത്തിൽ DICK ഇടതുപക്ഷ സ്ഥാനാർത്ഥികളോടൊപ്പം മത്സരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പിന്നീട് അതെല്ലാം പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ചേരുന്നതും കണ്ടു. അപ്പം മുസ്ലിം സാമാന്യവുമായി അടുക്കാനുള്ള ഒരു വേദി എന്നിങ്ങനെ പരീക്ഷണങ്ങളുടെ ഒരു വേദിയാണ്. പക്ഷേ ഇവിടെ ത്രസ്റ്റ്, ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൻ്റെ മുഖ്യ ഒരു കാതൽ ത്രെഡ് എന്ന് പറയുന്നത് അധികാരം എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ്. പ്രത്യയശാസ്ത്രം ഒരു വിഷയമല്ല, പ്രത്യയശാസ്ത്രം പറയാനുള്ളത് മാത്രമാണ്. അധികാരം യാഥാർത്ഥ്യമാണ്. അധികാരമുണ്ടെങ്കിലേ അത് താഴേക്കിടയിൽ തദ്ദേശ സ്വയംഭരണമാകട്ടെ, നിയമസഭയാകട്ടെ, പാർലമെൻറ്റിൽ ഒരുപക്ഷെ അധികാരം ഒരു മരീചികയായി മാറുന്നു. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പാർലമെൻറ്റിൽ BJP കഠിനമായി എതിർക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആയതുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെ BJP വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായി UDFിലേക്ക് സ്വാംശീകരിക്കാൻ ആണ് സാധ്യത എന്ന തിരിച്ചറിവും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് അങ്ങനെയല്ല. സംസ്ഥാനത്തൊരു പക്ഷേ തങ്ങളാണ് BJP ഏറ്റവും ശക്തമായി എതിർക്കുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുകയും അതേസമയം BJPയും കോൺഗ്രസും കൊണ്ടുവരുന്ന സാമ്പത്തിക നയം ഏതാണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ വീറോടുകൂടി സ്വകാര്യ മൂലധനത്തിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ, ബിഗ് ടൈം ബിസിനസ് കോൺഗ്ലാമറേറ്റിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ, അവർക്കും കൂടെ സ്വീകാര്യമാകുന്ന രീതിയിൽ നയങ്ങൾ പൊളിച്ചെഴുതുമ്പോൾ നയപരമായ ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. BJPയും കോൺഗ്രസും CPMും തമ്മിൽ നയങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം കടലാസിൽ ഒതുങ്ങുന്നു. പ്രവർത്തനത്തിൽ എല്ലാം സ്വകാര്യ മൂലധനത്തിൻ്റെ പുറകെ തന്നെയാണ്. അതൊരു വ്യത്യാസം തന്നെയാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ ഒരു തലമുറയുണ്ട് കേരളത്തിൽ. 2-3 തലമുറകളുണ്ട്. 50-കൾ, 60-കൾ, 70-കൾ, 80-കൾ, 90-കൾ വരെ സൈദ്ധാന്തികമായി പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ കേരളത്തിലെ ഒരു വിഭാഗമുണ്ട്. കേരളത്തിലെ ഒരു പോരാട്ടങ്ങളിൽ, അതായത് ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ മാത്രമല്ല, മറിച്ച് ജാതീയമായ അല്ലെങ്കിൽ അവശ്യ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള, സാമൂഹിക നവീകരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറികൾക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റേതായ റോളുണ്ട്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ആർക്കു വേണ്ടിയാണോ പോരാടിയത് ആ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ പത്തായപ്പുറത്ത് വെച്ചതിന് ശേഷം മറ്റ് വിഭാഗങ്ങളിലേക്ക് കടന്നു കയറി ഭരണം എങ്ങനെയെങ്കിലും കൈവശമാക്കാം എന്ന ഒരു ഫോർമുലയാണ് പ്രായോഗിക രാഷ്ട്രീയപരമായി ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. പക്ഷെ പാർട്ടിക്ക് എന്നാലൊരു അങ്കലാപ്പുണ്ട്. കാരണം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത് ബംഗാൾ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ. പാർട്ടിയുടെ ബംഗാളിൽ സംഭവിച്ചത് നന്ദിഗ്രാമിലും സിംഗ്രൂറിലും വലിയ തോതിൽ കുത്തകകൾ
പണം ഇറക്കിയപ്പോൾ അവിടെ തെരുവിലായത്, വഴിയാധാരമായത്, ഭവനം നഷ്ടപ്പെട്ടത്, ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടത് അടിസ്ഥാന പാർട്ടിയുടെ കാലത്തെയും വോട്ട് ബാങ്കും പിന്തുണയും നട്ടലുമായിരുന്ന അടിസ്ഥാന വിഭാഗങ്ങൾക്കാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമല്ല എന്നാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഉയർന്നു വരുന്ന ഒരു പുതിയ ക്ലാസ് ഉണ്ട് കേരളത്തിൽ. ആ ഒരു ക്ലാസ്സിനെ കൂടെ നിർത്തണം. അതുപോലെ തന്നെ തങ്ങൾക്ക് പാർട്ടി ക്ലാസ് എന്ന് പറയുന്ന പാർട്ടി നേതാക്കളുണ്ട്. പാർട്ടി നേതാക്കളും അണികളും, ഇപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇപ്പം നിയമനങ്ങൾക്ക് പിന്നിൽ തന്നെ ഇനിയും ചെറിയ തോതിലുള്ള ഈ നിയമനങ്ങൾ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള നിയമനങ്ങളൊക്കെ അവസാനം വരുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൊടുത്തുവിടുന്ന ലിസ്റ്റുകൾ സ്വീകാര്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും പാർട്ടിയോട് ചേർന്ന് നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരൊന്നും സൈദ്ധാന്തികമായി പാർട്ടിയോടൊപ്പമല്ല, പ്രായോഗികമായി പാർട്ടിയോടൊപ്പമാണ്. അവർ കൊണ്ടുവരുന്ന ഒരു സോളിഡിറ്റി, ഇതെല്ലാം ആവോളം ആസ്വദിക്കാൻ ഭരണം കൈവശമുണ്ടാവണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഭരണം കൈവിടാനാവില്ല എന്ന ഒരു ചിന്തയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ബംഗാൾ പോലെയല്ല, തുടർ ഭരണത്തിന് സാധ്യമാകുന്ന നീക്കുപോക്കുകൾ സൈദ്ധാന്തികമായി കോംപ്രമൈസ് ചെയ്താണെങ്കിലും ആ നീക്കുപോക്കുകൾ എന്ന രീതിയിലേക്കാണ് കേരളത്തിലെ CPI മാർക്സിസ്റ്റ് പ്രസ്ഥാനം നീങ്ങുന്നതെന്നാണ് എൻ്റെ നിരീക്ഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.